കർപ്പൂരി ഠാക്കൂറിന് മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന കൊടുക്കുന്നു എന്നുള്ള ഈ പ്രഖ്യാപനം തന്നെ അത് മോദിയുടെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു തീരുമാനമായി എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. നിതീഷിന് ഇനി എങ്ങനെ നോ പറയാൻ കഴിയും? ഇപ്പോൾ തന്നെ അഭിനന്ദനത്തിന്റെ പ്രവാഹമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നിതീഷ് കുമാർ നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചോദ്യം ഉയരും. നിതീഷിന്റെ പാർട്ടിയും അടുക്കുകയാണ്, പഴയ അടുപ്പം സൂക്ഷിക്കുവാനായിട്ട് ബീഹാറിൽ തയ്യാറാവുകയാണ്. അങ്ങനെയല്ല ഇപ്പോൾ അതും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ എത്രാമത്തെ തിരിച്ചടിയാണ്? ഒന്ന് ബംഗാളിൽ, രണ്ട് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയിൽ നിന്ന്, ഇപ്പോൾ നിതീഷ് കുമാർ കൂടി പോവുകയാണെങ്കിൽ. വിനീത് ശ്രീനിവാസന്റെ പാട്ടില്ലേ, പലവട്ടം കാത്തു നിന്ന് ഞാൻ കോളേജിന് മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അതുപോലാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു അവസ്ഥയിൽ കോൺഗ്രസിന്റെ ഒരു സ്ഥിതി. അല്ലെങ്കിൽ ഷാജി പാപ്പനല്ലേ, ഷാജി പാപ്പന്റെ ഭാഷ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗതികേട് ശത്രുക്കൾക്ക് പോലും വരുത്തല്ലേ കർത്താവ് എന്ന് ഷാജി പാപ്പൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും പറയാം. അതായത് കോൺഗ്രസ് വിചാരിച്ചത് നിരന്തരമായിട്ട് ഇവരുമായിട്ട് എൻഗേജ് ചെയ്ത് പരമാവധി വിട്ടുവീഴ്ച എടുത്തി കഴിഞ്ഞാൽ ഇവർ ഒരു മോഡി വിരുദ്ധ ഫാക്ടറിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ കൂടെ ആത്മാർത്ഥമായി നിൽക്കുന്ന, അങ്ങനെ ആത്മാർത്ഥമായി നിൽക്കാൻ ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാജിക്കെതിരെ നിന്നതുപോലെയുള്ള സോഷ്യലിസത്തെ ആത്മാർത്ഥമായി ബൗണ്ടഡ് ആയിട്ടുള്ള സോഷ്യലിസ്റ്റ് പാർട്ടികൾ, നാളെ വിപ്ലവം നടക്കുമെന്ന് വിചാരിച്ച കമ്മ്യൂണിസ്റ്റ് CPM, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ദേശീയ വിഷയങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന, അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസിനെ പിന്നെ ഏതാണ്ട് ഭയങ്കര നെഗറ്റീവായി പരിഗണിച്ച് ഇന്ദിരാജിക്കെതിരെ നിലപാടെടുത്തിട്ടുള്ള ജനസംഘം, ഇവരുടെയൊക്കെ ആത്മാർത്ഥമായ പ്രത്യയശാസ്ത്രപരമായ ഒരു ബൗണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബൗണ്ട് നമ്മൾ ഈ മുന്നണി കാണുന്നില്ല. ഇവരെല്ലാം തന്നെ അവനവൻ്റെ കുടുംബത്തിൻ്റെ വ്യക്തിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ചില സംഘടനകൾ മാത്രമാണ്. അവർക്ക് അവരുടേതായ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. ആ ഇൻട്രസ്റ്റ് തന്നെ അവർക്ക് എവിടെയും എന്താ പറയുക ഒരു പരിധി കൂടുതൽ അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും ഈ ഒരു സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ ന്യൂനത. നമ്മൾ മുമ്പ് അത് പറഞ്ഞാണ്, ഞാൻ ഗോപകുമാർ പങ്കെടുത്തൊരു ചർച്ചയിൽ അത് പറഞ്ഞിട്ടുള്ളതാണ്. പല ദിശയിലേക്ക് ഓടാൻ ആഞ്ഞു നിൽക്കുന്ന കുതിരകൾ, പ്രത്യയശാസ്ത്രപരമായിട്ട് ഒരു ഏഴെടുപ്പവും ഇല്ലാത്ത പാർട്ടികൾ, അവരാണിത്. രാജീവ് ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആണി അടിക്കാത്ത ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതെപ്പം വീഴുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് അന്ന് എപ്പം വീഴുന്ന കാര്യത്തിൽ മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഠാക്കൂർ വിഷയം എത്രമാത്രം സ്വാധീനിക്കാനിടയുണ്ട്? അല്ല, അത് നമ്മൾ ഒരാളോട് നമ്മൾ എന്താ പറയുക വിട്ടുപോകാൻ നമ്മൾ ഇപ്പോൾ ഒരു കാരണം നോക്കിയെടുക്കില്ലേ. നിതീഷ് ഒരു വിട്ടുപോകാൻ ഒരു കാരണം നോക്കിയെടുക്കുകയായിരുന്നു. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ബേസിക്കലി അയാൾക്ക് മരിക്കുന്നവരെ മുഖ്യമന്ത്രി ആയിരിക്കണം. അപ്പോൾ അതിനെ അയാൾ അങ്ങോട്ട് കൊണ്ട് പറ്റെങ്കിൽ ഒന്ന് പ്രധാനമന്ത്രിയാണ്. അങ്ങനെ നല്ല ഭരണാധികാരിയാണ്. ബീഹാറിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം മൂപ്പർക്കുണ്ട്. കാരണം കർപ്പൂരി പിന്നെ ഠാക്കൂറിന് ഇത് പിന്നെ ഭാരതരത്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് നിലപാടിൽ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ തന്നെ നിൽക്കാമായിരുന്നു. അദ്ദേഹം നിലപാടിൽ ആത്മാർത്ഥമല്ല. അപ്പം അദ്ദേഹം ഇപ്പം വിട്ടുപോയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ എന്താ പറയുക ട്രാക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേ ഒരു എക്സ്ക്യൂസ് നോക്കിയായിരുന്നു. ആ എക്സ്ക്യൂസിന് രണ്ട് കാരണമുണ്ട്. ഈ മുന്നണിയൊക്കെ രൂപം കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വിചാരിച്ചിരുന്ന ഒരു പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഐകകണ്ഠൻ അദ്ദേഹം വരുമെന്നായിരുന്നു. അത് കോൺഗ്രസ് സംബന്ധിച്ചാൽ പോലും മമതാ ബാനർജി മറ്റും സമ്മതിക്കില്ലല്ലോ. അത് അദ്ദേഹത്തിന് ഇപ്പം ബോധ്യപ്പെട്ടു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ രാമക്ഷേത്രത്തിലെ എന്താ പിന്നെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ട് BJP പൊതുവെ ഉത്തരേന്ത്യയുണ്ടായ ഒരു ഹൈപ്പ് കൂടുതൽ ശക്തിപ്പെടുകയുണ്ടായി. അതുകൊണ്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഏതാണ്ട് ഇപ്പം ഡൗൺ ആയ അവസ്ഥയാണ്. അതിൻ്റെ മുമ്പ് തന്നെ 3 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നടന്ന ഇലക്ഷനിൽ അവർ പിന്നെ കോൺഗ്രസ് പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കയ്യിലിരിക്കുന്ന ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനങ്ങളിൽ പോകാതെ നോക്കണം, മരിക്കുന്നവരെ റെലവൻ്റ് ആയിരിക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനൊരു ചാൻസ് നോക്കിയായിരുന്നു. ആ ചാൻസ് ഇപ്പോൾ വളരെ കൃത്യമായി കിട്ടി. കാരണം ഈ പറയുന്നതിൻ്റെ മതി കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാന മുഖം ആദരിക്കപ്പെടുമ്പോൾ, അത് ബീഹാറിലുള്ള ആൾ ആദരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കൃത്യമായൊരു കാരണം കിട്ടി. ആ കാരണത്തിൽ അദ്ദേഹം പിടിച്ചു തൂങ്ങിയാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അതാണ് അവർക്ക് ബംഗാളിൻ്റെ താല്പര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. വേറൊരുത്തരുണ്ടായിരുന്നല്ലേ ഈ സൗത്തിൽ എന്തായാലും അവരുടെ പേര് ഉദയനിധി സ്റ്റാലിൻ. മുപ്പരെല്ലാം ആദ്യം മുപ്പര് കുറ്റം പറഞ്ഞ മറ്റേ ഇതിനായിരുന്നു സനാതന ധർമ്മത്തെ. അപ്പം എന്തെങ്കിലും വിവരം ആ പയ്യനുണ്ടായിരുന്നെങ്കിൽ ഈ സനാതന ധർമ്മത്തെ എവിടെ കുറ്റം വന്ന ഉത്തരേന്ത്യയിൽ അതിന് ഇമ്പാക്ട് ഈ മുന്നണിക്ക് ഉണ്ടാവും എന്ന് അയാൾക്ക് മനസ്സിലാകാനും. ഒന്ന് വിവരമില്ല. രണ്ടാമത്തെ കാര്യം എന്താണ്, അല്ലെങ്കിൽ അത് കുബുദ്ധിയായിപ്പോയി. കോൺഗ്രസിന് നഷ്ടം പറ്റിയാലും പ്രശ്നമല്ല, ഇവിടെ നമുക്ക് ഒരു ചാമ്പ്യനായിട്ട് വരണം. ആന്റി മോഡിയുടെ അല്ലെ ആന്റി ബി ജെ പി ഫീലിങ്സിന്റെ ഒരു എന്താ ആന്റി നോർത്ത് ഇന്ത്യ ഫീലിങ്സിന്റെ ഒരു എന്തായിട്ട് വരണം, ഒരു ചാമ്പ്യനായിട്ട് വരണോ താല്പര്യമായിരുന്നു. ഇപ്പം മൂപ്പരൊന്ന് മയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ഐ ഡോണ്ട് നോ ഹിന്ദി എന്നാണ് മൂപ്പർക്കും തോന്നിയെന്നൊന്നും. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ചിലപ്പോൾ പണി കിട്ടും. അതിപ്പോൾ മാറ്റി ഐ ഡോണ്ട് നോ ഹിന്ദി എന്നാക്കി.
പക്ഷേ ഈ തമിഴ്നാട്ടിലെ അപ്പോൾ ഇതെല്ലാം ഒരു ആത്മാർത്ഥമില്ലാത്തൊരു വിഭാഗമാണ്. ഇന്ത്യ ആം ആദ്മി പാർട്ടി അവർ സാധ്യത കൽപ്പിക്കുന്നവർ ഇന്ത്യ മുന്നണിക്ക് സാധ്യത കൽപ്പിക്കുന്നവർ കണക്ക് കൂട്ടുന്നത് ഇങ്ങനെയാണ്. അതിൽ കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടും. തമിഴ്നാട്ടിലെയും ബംഗാളിലെയും ബീഹാറിലെയും സീറ്റുകൾ വെച്ച് നോക്കിയാൽ 120 സീറ്റുകൾ വരെ കിട്ടിയേക്കാം. അവിടെ മുന്നണി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ ഒറ്റയ്ക്ക് പ്രാദേശിക പാർട്ടികൾ മത്സരിച്ചാൽ പോലും മുന്നണിക്ക് ആത്യന്തികമായിട്ട് കുഴപ്പം സംഭവിക്കുകയില്ല. അവിടെ കോൺഗ്രസിന് ക്ഷീണം സംഭവിക്കുമെന്നുള്ളേ ഉള്ളൂ. കാരണം കോൺഗ്രസിന് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല ആ സംസ്ഥാനങ്ങളിൽ. പിന്നെ ഉള്ള നോട്ടം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ഒരു നോട്ടത്തിന്റെ ആവശ്യം യു പിയിലുണ്ടോ? സീറ്റ് വിഭജന ചർച്ച എങ്ങും എത്തിയിട്ടില്ല. പക്ഷേ SP തുടക്കത്തിൽ തന്നെ അത്ര ഈ കോൺഗ്രസ് ആവശ്യപ്പെടുന്ന സീറ്റുകളൊന്നും കൊടുക്കുവാനുള്ള സാധ്യതയും കാണുന്നു. ഇവിടെ നിങ്ങളെ ബേസിക് പ്രശ്നം എന്താ? നിങ്ങളെ ബേസിക് പ്രശ്നം തൽക്കാലം ഇപ്പം എന്താണ്? മോഡിയാണല്ലോ. എല്ലാത്തിനെയും പ്രശ്നത്തിന് കാരണം മോഡിയാണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്നതിൽ വല്ല ആത്മാർത്ഥം തന്നെ നിങ്ങൾ ഒരുമിച്ച് പരമാവധി കോംപ്രമൈസ് ചെയ്യും. അതിന് നിങ്ങൾ തയ്യാറല്ല. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ താല്പര്യം ഒന്നല്ല. കോൺഗ്രസ് തക്കം കിട്ടിയ പ്രധാനമന്ത്രിയാണോ? അത് ഉള്ളിലെ ആഗ്രഹം കൊണ്ട് നടക്കുക. ഇപ്പോഴും അങ്ങോട്ട് അംഗീകരിക്കാൻ വയ്യ. ഇപ്പൊ ഇന്ത്യയിലെ രണ്ടാമത്തെ ദേശീയ പാർട്ടിയായി മാറി എന്നുള്ള കാര്യം അംഗീകരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ലോക്സഭയിൽ പ്രതിപക്ഷമാകാനുള്ള സീറ്റുകൾ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. എനിക്ക് ഏറ്റവും തമാശ വന്നിട്ട് ഏറ്റവും നല്ല സംഘടനാ സംവിധാനം ഈ കേരളത്തിലാണെന്ന് പോയത്. അതിന്റെ കാര്യം നമുക്കറിയാലോ. അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാക്കുന്നില്ല. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ താല്പര്യങ്ങളാണ്. അപ്പോൾ ഇത് ആത്മാർത്ഥത ഇല്ലായ്മയാണ് പ്രശ്നം. പിന്നെ മീഡിയന്റെ മുന്നിൽ ഇവരെന്ത് പറയുന്നു എന്ന് നോക്കി നിൽക്കുന്ന ആളുകളുടെ മുന്നിലും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില പ്രസ്താവനകൾ നടത്തുന്നതിലുപരിയായിട്ട് രാഹുൽ ഗാന്ധി വെച്ച് ബാക്കി ആർക്കും ഇതിൽ വലിയ സിൻസിയാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. രാഹുൽ ഗാന്ധി ആണെങ്കിൽ മുമ്പത്തേക്കാളൊക്കെ കുറച്ച് ഭേദപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം വലിയ രീതിയിലൊന്നും ഒരു മച്ചുരിറ്റി കാണിക്കുന്നില്ല. മുമ്പത്തേക്കാട്ട് ഭേദപ്പെട്ടിട്ടുണ്ട് ശരിയാ, പക്ഷേ എങ്കിൽ പോലും സ്റ്റിൽ ഹീസ് ലാഗിങ് ബിഹൈൻഡ്.